വിതക്കാൻ അറിയാത്തൊരു വിതക്കാരനെയാണ് ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. അയാൾ വിതക്കാൻ പോകുമ്പോൾ ചിലത് വഴിയരികിൽ വീണു, ചിലത് പാറയിൽ വീണു, ചിലത് മുൾച്ചെടിയിൽ വീണു. നല്ല നിലത്തെത്തുമ്പോൾ ആൾ വിതയ്ക്കുന്നില്ല, അവിടെയും ചില വിത്തുകൾ വീണു എന്നാണ് പറയാം. ആൾ വിതച്ചിട്ടില്ല. ഇപ്പം ലോജിക്കലി പ്രാക്ടിക്കലി നമ്മൾ ചിന്തിക്കുമ്പോൾ വേസ്റ്റാണത്. ഇയാളൊരു വിതക്കാരനേ അല്ല. പക്ഷേ വിതക്കാരൻ ആരാണ് ശരിക്കും? വിതക്കാരൻ ദൈവമല്ലേ. വിത്തിൻ്റെ ഉപമ പറയുമ്പോഴും വ്യാഖ്യാനം എന്താ? വചനത്തെക്കുറിച്ചല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ വചനം വിതക്കാനുള്ളതല്ല, വചനം വീഴാനുള്ളതാണ്. വചനം നമ്മുടെ കയ്യിൽ നിന്ന് വീഴാനുള്ളതാണ്. അത് ഇന്ന സ്ഥലത്ത് മാത്രമേ ഉള്ളൂ എന്നുള്ളതല്ല. എല്ലാ ഇടങ്ങളിലും നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ സ്വാഭാവികമായിട്ടും വീഴണം. നമ്മളെന്തിക്കും പാറയിൽ എന്താ വിതച്ചിട്ട് കാര്യം, വഴിയരികിൽ വിതച്ചിട്ട് എന്താ കാര്യം, മുൾച്ചെടികൾക്ക് എന്താ കാര്യം? ഇതൊന്നും വളരൂല. ഉഴുതുമറിച്ച് നല്ല നിലത്തല്ലേ വിതയ്ക്കേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ ലോജിക്കലായിട്ട് ചിന്തിക്കുക. പക്ഷെ ദൈവത്തിന് ലോജിക്കില്ലല്ലോ. ദൈവം പറയുന്നത് എല്ലായിടത്തും വീഴട്ടെ, നിങ്ങൾ നടക്കുന്നിടങ്ങളിലൊക്കെ വീഴട്ടെ. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരുപാട് നടന്നുള്ള വഴിയാവുന്നേ, ആ വഴിയൊന്ന് ഉഴുതുമറിച്ചാൽ നല്ല മണ്ണാവില്ലേ? പാറ പൊട്ടിച്ചാലും നല്ല മണ്ണാവില്ലേ? മുൾച്ചെടികൾ പറിച്ചു കളഞ്ഞാലും നല്ല മണ്ണാവില്ലേ? അപ്പോൾ ഈ ലോകം മുഴുവൻ വിതക്കാൻ പറ്റിയ ഇടം തന്നെയാണ്. ദൈവത്തിൻ്റെ സഹായം ഉണ്ടെങ്കിൽ, നമ്മുടെ എഫേർട്ട് ഉണ്ടെങ്കിൽ വചനം റിസർവ് ചെയ്യണ്ട. വചനം സ്വാഭാവികമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വീഴട്ടെ. വെറുതെ എന്തിനാ പ്രസംഗിക്കുന്നേ?